എനിക്കൊരു വെഡിങ് അറ്റൻഡ് ചെയ്യാനുണ്ട്. അപ്പോൾ ആ വെഡിങ്ങിന് പോകാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാനൊരു കാര്യം ഓർത്തത്. ഇവിടെ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ഇവിടെയൊക്കെ കല്യാണങ്ങൾ രാത്രിയാണ്. കല്യാണത്തിന് മുഹൂർത്തം എന്ന് പറയുന്നത് രാത്രി 1 മണി 2 മണി അങ്ങനെ വെളുപ്പാൻ കാലത്താണ്. ആൻഡ് കല്യാണത്തിന് മുമ്പായിരിക്കും റിസപ്ഷൻ. വൈകിട്ട് 7 മണി തൊട്ട് റിസപ്ഷന് ശേഷം 2 മണി 3 മണി ആ ഒരു സമയത്ത് വിവാഹം. അങ്ങനെയായിരിക്കും ഇവിടെ. അപ്പൊ ഞാൻ ഓർത്തു നമ്മുടെ നാട്ടിലൊന്നും ഇങ്ങനെ അല്ലല്ലോ. ആൻഡ് ഞാനതൊരു കൊളീഗിന്റെ അടുത്ത് പറഞ്ഞു. അവരും അതെന്താ അങ്ങനെ, നമ്മുടെ നാട്ടിലൊക്കെ പകലാണ് മുഹൂർത്തം, കല്യാണ മുഹൂർത്തം എന്ന് പറയുമ്പോൾ അവർക്കൊരു സംശയം. അങ്ങനെയോ? അപ്പൊ അങ്ങനെ ആലോചിക്കുമ്പോഴാണ് വിചാരിച്ചത്, ഓക്കെ, ഇത് നമ്മുടെ നാടും ഇവിടെയും തമ്മിലുള്ള ഒരു കൾച്ചറൽ ഡിഫറൻസ് തന്നെയാണ്. അങ്ങനെ കൾച്ചറൽ ഡിഫറൻസ് ആയിട്ടുള്ള കുറച്ച് കൾച്ചറൽ ഷോക്കിംഗ് എലമെന്റ്സ് 2-3 കാര്യങ്ങൾ നമുക്ക് നോക്കിയാലോ. ഒന്ന്, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് തന്നെയാണ്. അരി, നമ്മൾ ഉപയോഗിക്കുന്ന അരിയല്ല ഇവർ ഉപയോഗിക്കുന്നത്. ഇവിടെ പച്ചരി പോലെ ഇരിക്കുന്ന അരിയാണ് ഇവർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് ഫുഡ് കഴിക്കാനും. പിന്നെ ബിരിയാണി ബാസ്മതി റൈസ് ആണ്. പക്ഷെ നമ്മൾ നേരെ തിരിച്ച് നമ്മുടെ അരി കുത്തരി ഇവർ മോട്ട റൈസ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. നമ്മൾ മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെയൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്, കിലോയ്ക്കൊക്കെ ഭയങ്കര വിലയാണ്. ആൻഡ് ഓയിൽ, ഇവിടുത്തെ ആൾക്കാർ ഒട്ടും പറ്റത്തില്ല കോക്കനട്ട് ഓയിലിൽ കുക്ക് ചെയ്ത്. അത് ഒരുപാട് പേര് അങ്ങോട്ടേക്ക് ടൂർ വന്നിട്ട് വരാൻ നേരമൊക്കെ കോക്കനട്ട് ഓയിലായിരിക്കും കുക്ക് ചെയ്യുന്നത്. എന്നാൽ നമുക്ക് തീരെ പറ്റില്ല. ആരോ ഒരിക്കൽ ശബരിമലയിലും കണ്ട് വരാൻ നേരം എവിടെ ഹോദോ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ട് കോക്കനട്ട് ഓയിലിന്റെ ഫ്ലേവർ ആയിട്ട് അവർക്ക് ഒട്ടും പറ്റിയില്ല. അപ്പൊ അവർക്ക് അത് ഭയങ്കര കൺസേൺ. ആൻഡ് ഇവരുണ്ടാക്കുന്നത് അധികം സൺഫ്ലവർ ഓയിൽ അങ്ങനത്തെ ഇതിലാണ്. ആൻഡ് ചിലരൊക്കെ കടുകെണ്ണ മസ്റ്റർഡ് ഓയിൽ നന്നായിട്ട് യൂസ് ചെയ്യും. അത് നമുക്കും അത്ര പറ്റില്ല. അതൊരു കാര്യം. പിന്നെ ഫുഡിന്റെ കാര്യം പറയുന്നത് ഇവരുടെ കൂടെ ഭയങ്കര സ്പൈസി ആയിരിക്കും. സ്പൈസി എന്ന് വെച്ചാൽ എക്സ്ട്രീം ലെവൽ ഓഫ് സ്പൈസി. നമുക്കൊന്നും ഒട്ടും പറ്റത്തില്ല. ചിലർക്ക് അഡാപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് ബേസിക്കലി സ്പൈസി ഇഷ്ടമായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ ചിലർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവരുടെ എക്സ്പെഷ്യലി ഇങ്ങനെ ഗോദാവരി ഡിസ്ട്രിക്ട്സിലൊക്കെ വരുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. ആൻഡ് ഡ്രസ്സിംഗ് സെൻസ്, ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഒരു കല്യാണം അല്ലെങ്കിൽ ഒരു ഫംഗ്ഷൻ വന്നു കഴിഞ്ഞാൽ പോലും ആൾക്കാർ അത്രയ്ക്ക് ലൗഡായിട്ട് ഡ്രസ്സ് ചെയ്യാറില്ല. ഇവിടുത്തെ ആൾക്കാർ ഡ്രസ്സ് ചെയ്യുമ്പോൾ ഇവരുടെ ഡ്രസ്സിന്റെ കളർ ആയിക്കോട്ടെ കുറച്ചും കൂടെ ഭയങ്കര ബ്രൈറ്റ് ആയിരിക്കും. ഇപ്പൊ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ ആരും ഡ്രസ്സ് ചെയ്യാറില്ല. കുറച്ച് ഭയങ്കര ബ്രൈറ്റ് ആൻഡ് വൈബ്രന്റ് ആൻഡ് ഓർണമെന്റ്സ്. ചെറുതായിട്ട് ഒരു അമ്പലത്തിൽ പൂജയ്ക്ക് പോകുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഫെസ്റ്റിവൽ വരുമ്പോൾ തന്നെ ഇവർ ഭയങ്കരമായിട്ട് ഓർണമെന്റ്സ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് യൂസ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. ആൻഡ് ഫിലിം സ്റ്റാർസിനോടുള്ള ആരാധന. നമ്മുടെ നാട്ടിൽ സിനിമ കണ്ട് ഓക്കെ അത്രേ ഉള്ളൂ. ഫാൻഡേസ് ഒക്കെ ഉണ്ട് ചില നടന്മാർക്ക്, എന്നാലും അത്രയൊരു ലെവലിൽ ഉണ്ട് തോന്നില്ല. ഇവർക്ക് ഭയങ്കര എക്സ്ട്രീം ലെവൽ ഓഫ് ഫാൻ ക്രേസ് ആണ്. ആൻഡ് ഓൾസോ സിനിമകൾ ഇവർക്ക് കുറച്ച് ഓവർ ദ ടോപ്പ്. നമ്മൾ ഈ റോഡിലൊക്കെ കാണുന്ന ബാലയ്യ മൂവീസ് ഉണ്ടല്ലോ, ഇവർക്ക് അങ്ങനത്തെ കുറച്ച് ഓവർ ദ ടോപ്പ് സംഭവം വേണം. കുറച്ച് ഡാൻസും കുറച്ച് പാട്ടും ഓവർ ദ ടോപ്പ് സംഭവം വേണമെങ്കിൽ ഇഷ്ടമുള്ളൂ. നമ്മളിപ്പോൾ ഭയങ്കര അടിപൊളി മലയാള സിനിമയൊക്കെ ചിലത് റെക്കമെൻഡ് ചെയ്തിട്ട് ഒരു കണ്ടന്റ് പറയും ഇതെന്തൊരു സ്ലോ ആണ്, ഇതിൻ്റെ ഒരു പാട്ടില്ല ഡാൻസില്ല ഒന്നുമില്ല. ഇവർക്ക് സ്റ്റോറിനെക്കാട്ടിലും ഓവർ ദ ടോപ്പ് എലമെന്റ്സ് ആണ് കൂടുതൽ വേണ്ടത്. ആൻഡ് ഒരു പോസിറ്റീവ് കാര്യം പറയാനാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ കർണാടകയിലും തമിഴ്നാട്ടിലൊക്കെ നമ്മൾ താമസിക്കുകയാണെങ്കിൽ അവരുടെ ലാംഗ്വേജ് സംസാരിക്കണം എന്നുള്ളത് അവർക്ക് കുറച്ച് സ്ട്രിക്റ്റ് ആണ്. എസ്പെഷ്യലി കർണാടകയിലൊക്കെ ഭയങ്കര പ്രശ്നമുണ്ട് കന്നഡ സംസാരിക്കണം. അങ്ങനെ ഇവിടെ യാതൊരു പ്രശ്നമില്ല. ഇപ്പോൾ നമുക്ക് തെലുങ്ക് അറിയില്ല, നമ്മൾ വേറെ സ്ഥലത്തു നിന്നാണ് വരുന്നതെങ്കിൽ ഓട്ടോമാറ്റിക്കലി എല്ലാവരും ഇപ്പോൾ ഷോപ്പ് കീപ്പേഴ്സ് ആയിക്കോട്ടെ, ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് ആയിക്കോട്ടെ, കോമൺ ആൾക്കാരായിക്കോട്ടെ, അവർ ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. അവർക്കറിയാവുന്ന ഭാഷയിൽ അവർ നമ്മളോട് കോൺവേഴ്സ് ചെയ്യാനേ നോക്കുള്ളൂ. ആൻഡ് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ നമുക്ക് പഠിക്കാനൊക്കെ ശ്രമിക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. മലയാളികളെ പോലെ തന്നെ മലയാളികളും അങ്ങനെ മലയാളം ആരെയും ഇമ്പോസ് ചെയ്യാൻ നോക്കാറില്ല.